സാരംഗി സ്പീക്സിൽ ഇന്ന് നമ്മൾ സംസാരിക്കാൻ പോകുന്നത് ഹെഫേസ്റ്റസിനെ പറ്റിയാണ്. ദേവലോകത്തു നിന്നും പുറത്താക്കപ്പെട്ട ക്രാഫ്റ്റ്സ്മാൻ, ശില്പി, കരകൗശല വിദഗ്ധൻ, കൽപ്പണിക്കാരൻ, ലോഹവിദ്യക്കാരൻ, തന്റെ കഴിവും കരവിരുതും കൊണ്ട് മാത്രം ദേവന്മാരുടെ ഇടയിൽ സ്ഥാനം നേടിയ മിടുമിടുക്കനായ ദേവൻ. ആഭരണങ്ങളായിക്കോട്ടെ, ആയുധങ്ങളായിക്കോട്ടെ, സിംഹാസനങ്ങളായിക്കോട്ടെ, ദേവന്മാർക്കും മനുഷ്യർക്കും വേണ്ട ഒരുപാട് വസ്തുക്കള് തൻ്റെ ആലയിൽ നിന്നും ഉണ്ടാക്കി നൽകിയ വിദഗ്ധനായ കരകൗശല വിദഗ്ധൻ, കൽപ്പണിക്കാരൻ. ഹെഫേസ്റ്റസിന്റെ കഥകളിലേക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം. ഹെരയെ പറ്റി പറഞ്ഞു തുടങ്ങിയപ്പോൾ മുതൽ നമ്മൾ ഹെഫേസ്റ്റസിനെ പറ്റിയും കേട്ടിട്ടുണ്ട്. സ്യൂസിനും ഹെരയ്ക്കുണ്ടായ 3 മക്കളെ കൂടാതെ ഹെര സ്വന്തമായി ഉണ്ടാക്കിയ മകനാണ് ഹെഫേസ്റ്റസ് എന്ന് ചില കഥകളിൽ പറയാറുണ്ട്. പക്ഷേ തൻ്റെ മകൻ എങ്ങനെ ഇരിക്കണമെന്ന് വിചാരിച്ചോ അതിനൊക്കെ വിപരീത രീതിയിലാണ് ഹെഫേസ്റ്റസിനെ ഹെരയ്ക്ക് കണ്ടെത്താനായത്. കാണാൻ സുന്ദരനല്ലായിരുന്നു, മേത്തെല്ലാം രോമങ്ങള്, മുടന്ത് എന്ന് വേണ്ട ഒരു ദേവപുത്രൻ ഉണ്ടായിരിക്കേണ്ട ഗുണങ്ങളൊന്നും ഹെരയ്ക്ക് ഹെഫേസ്റ്റസിൽ കണ്ടെത്താനായില്ല. ഹെര എന്താ ചെയ്തത്? കുട്ടിയെ ഭൂമിയിലേക്ക് എറിഞ്ഞ് ഉപേക്ഷിച്ചു കളഞ്ഞു. ഭൂമിയിലേക്ക് വീണ കുഞ്ഞിനെ നദീദേവതയായ തെറ്റിസും മകളായ യൂറോണോമിയും ചേർന്നാണ് പിന്നീട് വളർത്തിയതും സംരക്ഷിച്ചതും. കുട്ടിയായിരുന്നപ്പോഴേ സാധനങ്ങൾ ഉണ്ടാക്കുന്നതിലുള്ള തൻ്റെ കമ്പം ഹെഫേസ്റ്റസ് പ്രകടിപ്പിച്ചിരുന്നു. ഹെഫേസ്റ്റസിന് ഭൂമിയിൽ ഏറ്റവും പ്രിയപ്പെട്ടത് തെറ്റിസ് ആയിരുന്നു. അതിനുശേഷം വളരെ നാൾ, ഏതാണ്ട് 9 വർഷക്കാലം തെറ്റിസിനോടൊപ്പം സമുദ്രത്തിനടിയിൽ ജീവിച്ചു. ഹെഫേസ്റ്റസിന് ഭൂമിയിൽ ഏറ്റവും ഇഷ്ടപ്പെട്ട മറ്റൊരു സ്ഥലം എന്ന് പറയുന്നത് ലെംനോസ് ആണ്. ഗ്രീക്ക് കഥകളിലെല്ലാം മുടന്തനായും വിരൂപനായും ഒക്കെയാണ് ഹെഫേസ്റ്റസിനെ പറ്റി പറഞ്ഞു കേൾക്കാറുള്ളത്. പക്ഷെ നമ്മളിവിടെ മറ്റു ദേവന്മാരെങ്ങനെയോ അങ്ങനെ തന്നെയാണ് ഹെഫേസ്റ്റസിനെയും ചിത്രീകരിക്കാൻ ഉദ്ദേശിച്ചിട്ടുള്ളത്. ബാഹ്യ സൗന്ദര്യത്തിലൊന്നും വലിയ കാര്യമില്ലെന്നല്ലേ മിഥോളജി നമ്മളെ പഠിപ്പിക്കുന്നത്. ഹെഫേസ്റ്റസിന് അറിയാമായിരുന്നു തൻ്റെ അമ്മ തന്നെ ഉപേക്ഷിച്ച കാര്യവും തെറ്റിസാണ് തന്നെ രക്ഷപ്പെടുത്തിയെന്നുള്ള കാര്യമൊക്കെ. ഹെരയോടുള്ള പ്രതികാരത്തിനായിട്ടുള്ള ഒരവസരം കാത്തിരിക്കുകയായിരുന്നു ഹെഫേസ്റ്റസ്. ഹെഫേസ്റ്റസ് വളർന്ന് യുവാവായി കഴിഞ്ഞപ്പോൾ തെറ്റിസിന്റെ അനുവാദത്തോടു കൂടി ഒളിമ്പസിലേക്ക് എത്തി. ഒളിമ്പസില് സാധാരണ മനുഷ്യന്മാർക്കൊന്നും പ്രവേശനമില്ല, ദേവന്മാർക്ക് തന്നെ വളരെ വിശേഷപ്പെട്ട ആൾക്കാർക്ക് മാത്രമേ ഉള്ളൂ. അപ്പോൾ മുടന്തനായ വിരൂപനായ ഒരു ആള് കുറെ സമ്മാനങ്ങളൊക്കെ ആയിട്ട് എത്തിയപ്പോൾ ദേവന്മാർക്ക് അത്ഭുതമായി. ഹെഫേസ്റ്റസ് കൊണ്ടുവന്ന സമ്മാനം പക്ഷേ ആർക്കും അങ്ങനെ കൈവിട്ട് കളയാൻ പറ്റുന്നതായിരുന്നില്ല. എല്ലാ ഒളിമ്പ്യന്മാർക്കും ഉള്ള വിശേഷപ്പെട്ട സിംഹാസനങ്ങളായിരുന്നു ഹെഫേസ്റ്റസിന്റെ സമ്മാനം. എയറിസിനും അപ്പോളോയ്ക്കും സ്യൂസിനും എന്ന് വേണ്ട സകല ദേവന്മാർക്കും ദേവതകൾക്കും. ഹെരയ്ക്കും ഉണ്ടായിരുന്നു അത്തരത്തിലൊരു സമ്മാനം. അമ്മയെന്ന് അംഗീകരിക്കാൻ ഒരു മടി ഉണ്ടായിരുന്നു ഹെരയ്ക്ക്. ഹെഫേസ്റ്റസിന്റെ സമ്മാനം കണ്ടപ്പോൾ കണ്ണു മഞ്ഞളിച്ചു പോയെന്ന് വേണമെങ്കിൽ പറയാം. പക്ഷേ ആ കസേര അല്ലെങ്കിൽ സിംഹാസനം ഒരു ട്രാപ്പായിരുന്നു. ഹെര അതിലിരുന്നതിന് ശേഷം അദൃശ്യങ്ങളായ വള്ളികൾ അല്ലെങ്കിൽ നൂലുകൾ വന്ന് ഹെരയെ ചുറ്റിയതുപോലെ ആ കസേരയിൽ നിന്ന് അനങ്ങാൻ പറ്റാത്ത അവസ്ഥയിലായിപ്പോയി. രൂപമാറ്റം ഉണ്ടാക്കാൻ പറ്റുമല്ലോ ദൈവങ്ങൾക്ക്. രൂപം മാറി കാക്കയുടെയോ കുയിലിന്റെയോ ഒക്കെ രൂപത്തിൽ രക്ഷപ്പെടാൻ ഹെര ശ്രമിച്ചു. പക്ഷെ ഒരു വിരൽ അനക്കാൻ പോലും അവിടെ ഇരുന്ന് സാധിച്ചില്ല. ദേവന്മാരെല്ലാം ഹെരയുടെ അവസ്ഥ കണ്ട് സങ്കടത്തിലായി. എല്ലാവരും ഹെഫേസ്റ്റസിനോട് ഹെരയെ വിടണമെന്ന് അപേക്ഷിച്ചു, സ്യൂസ് ഉൾപ്പെടെ. പക്ഷെ ഒന്നും കേൾക്കാൻ തയ്യാറായില്ല. തന്റെ കഴുതപ്പുറത്ത് വീണ്ടും ലെംനോസിലേക്ക് യാത്രയായി ഹെഫേസ്റ്റസ്. ഹെഫേസ്റ്റസിനെ തിരികെ കൊണ്ടുവന്ന് ഹെരയെ സ്വതന്ത്രയാക്കാൻ ദേവന്മാരെല്ലാം കഴിയുന്നത് ശ്രമിച്ചു. എയറിസ് തന്റെ ശക്തി പോലും അതിനായി ഉപയോഗിച്ചു. പക്ഷെ ഹെഫേസ്റ്റസിന്റെ അടുത്ത് വില പോയില്ല. ഒടുവിൽ ഡയനീഷ്യസ് എന്ന ദേവൻ വന്ന് വളരെ അനുനയത്തിൽ സംസാരിച്ചിട്ടാണ് ഹെഫേസ്റ്റസ് തിരികെ വന്നത്. അമ്മയോട് ക്ഷമിച്ച് കസേരയിൽ നിന്ന് സ്വതന്ത്രയാക്കിയതിന് ശേഷം ഹെഫേസ്റ്റസ് പറഞ്ഞ ഡയലോഗ് നമുക്ക് ഒരു ആക്ഷൻ സൂപ്പർ സ്റ്റാർ മൂവിയിലെ മാസ് ഡയലോഗ് ആക്കാവുന്നതാണ്. എല്ലാവരും എന്തെങ്കിലുമൊക്കെ പ്രത്യേകതയോടുകൂടിയാണ് ജനിക്കുന്നത്. രൂപത്തിന്റെ കാര്യത്തിൽ താൻ ഉദ്ദേശിച്ച രീതിയിൽ എത്തിയില്ലെന്ന് വെച്ച് മാത്രം ആരെയും അങ്ങനെ മോശക്കാരായി കണക്കാക്കരുതെന്നൊരു വലിയൊരു പാഠം ഹെരയ്ക്കും പിന്നീടുള്ള മനുഷ്യർക്കും എല്ലാം നൽകിയിട്ടാണ് ഹെഫേസ്റ്റസിന്റെ ഈ കഥ അവസാനിക്കുന്നത്. ഹെഫേസ്റ്റസിന്റെ റോമൻ നാമം വൾക്കൻ എന്നാണ്. വൾക്കൻ, വോൾക്കാനോ, ചിലരുടെ സാമ്യമൊക്കെ തോന്നില്ലേ? ലെംനോസ് എന്ന സ്ഥലത്തിന്റെ ആ വോൾക്കാനിക് ആക്ടിവിറ്റിയും ഹെഫേസ്റ്റസുമായിട്ട് ബന്ധപ്പെടുത്തിയാണ് പറയാറുള്ളത്. കാരണം റോമക്കാർക്ക് വോൾക്കാനോ എന്ന് പറയുന്നത് ഹെഫേസ്റ്റസ് ആണ്. കഴുതയാണ് അദ്ദേഹത്തിന്റെ ഇഷ്ടമൃഗം. സാധാരണയായി ചുറ്റികയും കവണയും ഒക്കെ ആയിട്ട് തന്റെ ആലയിലാണ് മിക്കവാറും കാണുന്നത്. ഹെഫേസ്റ്റസിന് ഭാര്യയായി കിട്ടിയത് ദേവതകളിൽ വെച്ച് തന്നെ ഏറ്റവും സുന്ദരി എന്ന് പറയാവുന്ന ആഫ്രഡൈറ്റിയാണ്. അത് ആഫ്രഡൈറ്റിയുടെ അത്ര ഇഷ്ടത്തോടു കൂടിയൊന്നും ആയിരുന്നില്ല. ഹെര ആയിരുന്നു അങ്ങനെ ഒരു തീരുമാനം എടുത്തത്. ആഫ്രഡൈറ്റി സമ്മതിച്ചു എന്ന് മാത്രം.
ഹെഫേസ്റ്റസുമായിട്ടുള്ള ബന്ധത്തിൽ അത്ര സന്തുഷ്ടയൊന്നും അല്ലാതിരുന്ന ആഫ്രഡൈറ്റി ഏറിസിനെയാണ് തന്റെ സ്ഥിരം കൂട്ടുകാരനായി തീരുമാനിച്ചത്. ഹെഫേസ്റ്റസ് ശരിക്കും വളരെ പാവമായിരുന്നു. ഇത്തരം കാര്യങ്ങളൊന്നും ഹെഫേസ്റ്റസ് ആദ്യം അറിയുന്നുണ്ടായിരുന്നില്ല. പക്ഷേ എല്ലാം കാണുന്ന ഒരാളുണ്ടല്ലോ, സർവ്വ പ്രപഞ്ചത്തിലും നടക്കുന്ന എല്ലാം കാണുന്ന ഒരാള്. ആരാണ്? സൂര്യദേവനായ ഹീലിയോസ്. ഹീലിയോസ് ഇങ്ങനെ ചില കള്ളത്തരങ്ങളൊക്കെ ആഫ്രഡൈറ്റിയും ഏറീസിയും കൂടെ ഒപ്പിക്കുന്നുണ്ടെന്ന് ഹെഫേസ്റ്റസിനോട് പറഞ്ഞു കൊടുത്തു. എങ്ങനെ അതൊന്ന് കണ്ടറിയാമെന്ന് വിചാരിച്ചു ഹെഫേസ്റ്റസും. ഹെഫേസ്റ്റസ് ഒരിക്കൽ ലെംനോസിലേക്ക് പോവുകയാണെന്ന് എല്ലാവരോടും പറഞ്ഞ ശേഷം യാത്രയൊന്നും ചെയ്യാതെ എന്താണ് സംഭവിക്കുന്നതെന്ന് അറിയാൻ കാത്തിരിപ്പായി. അതുപോലെ ഹെഫേസ്റ്റസ് പോയ ഉടനെ ഏറിസ് അവരുടെ വീട്ടിലേക്ക് എത്തുകയും ഹീലിയോസ് ഇത് ഹെഫേസ്റ്റസിനെ അറിയിക്കുകയും ചെയ്തു. ശില്പവിദ്യക്കാരനല്ലേ ഹെഫേസ്റ്റസ്. തങ്ങളുടെ കിടപ്പുമുറിയിൽ ഏറിസിനെയും ആഫ്രഡൈറ്റിയെയും കൊടുക്കാനായിട്ട് ആ കട്ടിലിൽ തന്നെ പണികൾ ചെയ്തു വെച്ചിട്ടാണ് ഹെഫേസ്റ്റസ് പോയത്. ഹെരയ്ക്ക് പറ്റിയതുപോലെ തന്നെ കട്ടിലേക്ക് കയറിയതും ഇവർ രണ്ടുപേരും അതിൽ ബന്ധനസ്ഥരായിപ്പോയി. തിരിയാനും പിരിയാനും പറ്റാത്ത അവസ്ഥ. ഹെഫേസ്റ്റസ് വന്ന് രണ്ടുപേരെയും കൈയോടെ പിടിക്കുകയും അതുമാത്രമാണോ, ഒളിമ്പ്യൻ ദൈവങ്ങളെ മൊത്തം വിളിച്ച് ഈ കാഴ്ച കാണിക്കുകയും ചെയ്തു. നാണം കൊണ്ട് ചൂളിപ്പോയെന്ന് പറയേണ്ടതില്ലല്ലോ ഏറിസും ആഫ്രഡൈറ്റിയും. എന്താ ചെയ്യുക? ദേവന്മാർക്കൊക്കെ ചിരി വരുന്നുണ്ട്, എന്നാൽ ഇവരുടെ കാര്യം ഓർത്തിട്ട് സഹതാപമുണ്ട്. ഒടുവിൽ പൊസൈഡോണിന്റെ നിർബന്ധപ്രകാരം, പൊസൈഡോൺ ഏറിസുമായിട്ട് നല്ല കമ്പനിയാണ്, ഇങ്ങനൊരവസ്ഥ ഏറിസ് വന്നല്ലോ, പൊസൈഡോൺ ഹെഫേസ്റ്റസിനോട് പറഞ്ഞിട്ട് ഇവര് രണ്ടുപേരെയും വിടുതൽ കൊടുക്കുകയും ഹെഫേസ്റ്റസ് പിന്നീട് ആഫ്രഡൈറ്റിയുമായി ബന്ധം ഉണ്ടായിട്ടില്ലെന്നാണ് പറഞ്ഞു കേട്ടിട്ടുള്ളത്. അതിനുശേഷം മറ്റു പല ഇമോർട്ടൽസുമായിട്ടുള്ള സ്ത്രീകളുമായിട്ട് ഹെഫേസ്റ്റസിന് കുട്ടികൾ ഉണ്ടാവുകയും അവരൊക്കെ സന്തോഷകരമായി തങ്ങളുടെ ജീവിതം നയിക്കുകയും ചെയ്തതായിട്ടാണ് പറയുന്നത്. ശില്പവിദ്യയില് ശരിക്കും പറഞ്ഞാൽ ഹെഫേസ്റ്റസിന്റെ ഗുരുക്കന്മാര് നമ്മുടെ സൈക്ലോപ്സ് ആണെന്ന് വേണമെങ്കിൽ പറയാം. സൈക്ലോപ്സ് തന്നെ ശരിക്കും പറഞ്ഞാൽ എൽഡർ സൈക്ലോപ്സ് എന്നും യങ്ങർ സൈക്ലോപ്സ് എന്നും രണ്ട് കൂട്ടരുണ്ടെന്നാണ് ഗ്രീക്ക് ഇതിഹാസങ്ങൾ പറയുന്നത്. ഈ എൽഡർ സൈക്ലോപ്സ് ആണ് നമ്മുടെ 3 പേര്, ഹെക്കറ്റോൺ ഗ്രേസിനോടൊപ്പം സ്യൂസ് മോചിപ്പിച്ച ആൾക്കാര്. അവര് ശില്പവിദ്യയില് വളരെ വിദഗ്ധരാണ്. നമുക്കറിയാലോ, സ്യൂസിന്റെ തണ്ടർ ബോൾട്ട്, ഹെയ്ഡിസിന്റെ അദൃശ്യനാക്കാനുള്ള കിരീടം, പൊസൈഡോന്റെ ട്രൈഡന്റ്, ഇതൊക്കെ ഉണ്ടാക്കിയത് അവരല്ലേ. അവരുടെ ആ ഒരു ശില്പചാതുരി ഹെഫേസ്റ്റസിന് തീർച്ചയായിട്ടും കിട്ടിയിട്ടുണ്ട്. അപ്പം അവരാണ് ഹെഫേസ്റ്റസിന്റെ ഗുരുക്കന്മാരെന്ന് നമുക്ക് വേണമെങ്കിൽ പറയാം. ഹെഫേസ്റ്റസിന്റെ ആ ക്രാഫ്റ്റ്സ്മാൻഷിപ്പിൽ നിന്നും ഉണ്ടാക്കിയിട്ടുള്ള അത്ഭുതങ്ങൾക്ക് കയ്യും കണക്കുമില്ല. ദേവന്മാരുടെയും രാജാക്കന്മാരുടെയും കൊട്ടാരങ്ങള്, സിംഹാസനങ്ങള്, വീരന്മാരുടെ ആയുധങ്ങള്, ദേവതമാർക്കുള്ള ആഭരണങ്ങൾ എന്ന് വേണ്ട ഒട്ടനവധിയാണ്. ഹെഫേസ്റ്റസിന് ഏറ്റവും പ്രിയപ്പെട്ട ദേവത തെറ്റിസ് അല്ലേ. തെറ്റിസിന്റെ മകനാണ് ഇക്കിലസ്. ട്രോജൻ യുദ്ധസമയത്ത് അക്കിലസിന് ഉണ്ടാക്കി കൊടുത്ത ആമർ വളരെ പ്രശസ്തമാണ്. ട്രോജൻ യുദ്ധത്തിൽ പങ്കെടുക്കാത്ത ഗ്രീക്ക് ദേവന്മാർ കുറവാണ്. നേരിട്ട് പങ്കെടുക്കുകയോ അല്ലെങ്കിൽ വീരന്മാരെ സഹായിക്കാതിരിക്കുകയോ ഒക്കെ ചെയ്ത രീതിയിൽ എല്ലാ ദൈവങ്ങളും ഏതാണ്ട് ട്രോജൻ യുദ്ധത്തിൽ പങ്കെടുത്തിട്ടുണ്ട്. നമ്മുടെ ഹെഫേസ്റ്റസും പങ്കെടുത്തിട്ടുണ്ട്. ആയുധം ഉണ്ടാക്കി കൊടുക്കുക മാത്രമല്ല, നദീദേവനായ സ്കെമാൻഡർ അല്ലെങ്കിൽ സ്കെമാൻഡ്രോസ് എന്നും പറയും. സ്കെമാൻഡറിനോട് എതിരിട്ടത് ഹെഫേസ്റ്റസ് ആണെന്ന് പറഞ്ഞിട്ടുണ്ട്. ഹെഫേസ്റ്റസ് തീയുടെയും കൂടെ ദേവനാണ്. നദീദേവൻ, തീയുടെ ദേവൻ. നമ്മൾ കാണാറുണ്ടല്ലോ, ആഗ്നേയാസ്ത്രം ഒരാൾ അയക്കുമ്പോൾ അടുത്ത ആള് വരുണാസ്ത്രം അയക്കുന്നു. നമ്മുടെ ഹിന്ദു ഇതിഹാസങ്ങളിലും ഇത്തരം കഥകളൊക്കെ ഉണ്ടല്ലോ, അതേപോലെ. അപ്പോൾ ദേവന്മാരുടെ ഇടയിലെ ഏറ്റവും വിദഗ്ധനായ ഹെഫേസ്റ്റസിനെ പറ്റിയുള്ള കഥകൾ ഇത്രയൊക്കെയാണ്. നമ്മൾ ആ ഒളിമ്പ്യൻ സിംഹാസനങ്ങളില് 11 പേര്, സ്യൂസ് കൂടാതെ 11 പേരെ ഇരുത്താനുള്ള ഒരു ശ്രമമാണ് നടത്തിയത്. ഇപ്പൊ നോക്കിയാൽ 11 പേര് നിറഞ്ഞതായിട്ട് കാണാം. പക്ഷെ ആക്ച്വലി ഈ 11 പേര് അല്ല സ്യൂസിനോടൊപ്പം 12 ഒളിമ്പ്യന്മാർ അറിയപ്പെടുന്നത്. ചില സ്ഥാനമാറ്റങ്ങളൊക്കെ നടന്നിട്ടുണ്ട്. ഇനി 2 ഒളിമ്പ്യന്മാരെ പറ്റി കൂടെ നമുക്ക് പറയാനുമുണ്ട്. അവരെ പറ്റി പറയുമ്പോൾ ഈ ഇരിക്കുന്ന കൂട്ടത്തിൽ ആരൊക്കെ പുറത്തു പോകും, പുതിയതായിട്ട് ആരൊക്കെ വരും, നമുക്ക് അന്നേരം പറയാം. അതുവരേക്കും പഴയ കഥകൾ കണ്ടിട്ടില്ലാത്തവര്, പഴയ ഒളിമ്പ്യന്മാരെ പറ്റി ഉള്ള കഥകൾ പരിചയപ്പെട്ടിട്ടില്ലാത്തവർക്ക് സൈനിക സ്പീക്സിന്റെ പഴയ വീഡിയോകളിലൊക്കെ കണ്ടു നോക്കാം. ഇഷ്ടപ്പെടുന്നെങ്കിൽ നിങ്ങൾ ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. എന്തെങ്കിലും തെറ്റുകുറ്റങ്ങൾ ഉണ്ടെങ്കിൽ, മാറ്റങ്ങൾ വരുത്തുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അഭിപ്രായങ്ങളെല്ലാം സ്വാഗതം ചെയ്യുന്നുണ്ട്. അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണുമ്പോഴേക്കും കീപ് വാച്ചിങ്. താങ്ക്സ്.